മോനെ അനക്ക് നാളെ എന്താ പരിപാടി, നമുക്കൊന്ന് ചുരം കയറിയാലോ. ഇതായിരുന്നു ഓന്റെ ആദ്യത്തെ മെസ്സേജ്. കേട്ട പതി കേൾക്കാത്ത പതി. ഓ പിന്നെന്താ പോവാലോ. സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലോ ഒരു സീനിയർ ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ടാറ്റ കാണിക്കുന്ന കുട്ടികളെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തരത്തിലുള്ള ഒരു സീനിയറുടെ കൂടെയുള്ള ഒരു യാത്രയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓൻ അവിടെ +2 ഓനും ഞാനും എങ്ങനെ കമ്പനിയായി എന്നുള്ളതൊക്കെ വൻ കോമഡിയാണ്. എന്താണെന്നല്ലേ, ഞങ്ങൾ രണ്ടുപേരും പ്രണയിച്ചിരുന്നത് ഒരേ കുടുംബത്തിൽ നിന്നുള്ള 2 പെൺകുട്ടികളെ. എന്നിട്ടെന്താ, ഓൻ പ്രണയിച്ച പെണ്ണിനെ ഓൻ കിട്ടി, ഞാൻ പ്രണയിച്ച പെണ്ണിനെ വേറെ ആരോ കിട്ടി. പക്ഷേ ഞങ്ങളെ സൗഹൃദം അവിടെ അവസാനിച്ചില്ല കേട്ടോ, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അതല്ലെങ്കിലും ചില ബന്ധങ്ങൾ അങ്ങനെയാണല്ലോ, പ്രതീക്ഷിച്ചവരാരും തന്നെ കൂടെ ഉണ്ടാവില്ല, അല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് കൂടെ. അങ്ങനെ പണ്ടത്തെ കഥകളും അയവിറക്കി ഹട്ടിയിലെ അതിമനോഹര കാഴ്ചകളും കണ്ട് നാടുകാണി ചുരം ഇറങ്ങി. അപ്പോ നിങ്ങൾക്കും ഇതുപോലുള്ള സൗഹൃദങ്ങളോ കഥകളോ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം. കൂട്ടത്തില് ആ സീനിയർ ആയിട്ടുള്ള കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ഒന്ന് മെൻഷനും ചെയ്തോളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം.